ഹായ് അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ഡ്രിങ്കുമായിട്ടാണ്. പാർട്ടിയിലോ അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ റമദാനൊക്കെ അല്ലേ, അപ്പോൾ അതിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയൊരു ഡ്രിങ്കായിട്ടാണ്. അപ്പോൾ ദാ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കണ്ടു നോക്കുക. അപ്പോൾ ദാ ഈ ഒരു റെസിപ്പി റെഡിയാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ വേണ്ടത് കുറച്ച് പാലാണ്. അപ്പം നമ്മളവിടെ പാല് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ 2 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. ഇനിയിപ്പം നമുക്ക് കസ്റ്റാർഡ് മിക്സ് റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് ഞാനൊരു ബൗളിൽ കുറച്ച് പാലെടുത്തിട്ട് അതിൽ 4 ടീസ്പൂൺ കസ്റ്റാർഡ് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ദാ നമ്മളിവിടെ പാലിൽ നന്നായിട്ട് കസ്റ്റാർഡൊക്കെ മിക്സ് ചെയ്ത് വെച്ച് ഇനി നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മളിവിടെ ഒരു 2.5 ടീസ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എത്രയാണോ മധുരത്തിന് ആവശ്യമായിട്ടുള്ളത് അത്രത്തോളം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ഇതാ നേരത്തെ പാലിൽ മിക്സ് ചെയ്ത് വെച്ച കസ്റ്റാർഡ് തിളച്ചേർന്ന പാലിലേക്ക് ഒഴിച്ച് കൊടുക്കലാണ്. കസ്റ്റാർഡ് പാലിലേക്ക് ഒഴിക്കുന്ന സമയം നമ്മൾ ഫ്ലെയിം ലോയിലാക്കി വെക്കണം, അല്ലാണ്ടെങ്കിൽ പെട്ടെന്ന് പാലിൽ കട്ട പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ കസ്റ്റാർഡ് മിക്സ് പാലിലൊഴിച്ച് സിമ്മിലിട്ടിട്ട് പാലിലൊഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാ ഇതൊന്ന് കുറുകി വരുന്ന സമയം നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. അപ്പോൾ ഇതാ നമ്മളെ കസ്റ്റാർഡിൻ്റെ മിക്സൊക്കെ റെഡി ആയിട്ടുണ്ട്, ആവശ്യത്തിന് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓഫ് ചെയ്ത് ഒന്ന് തണുക്കാൻ വേണ്ടി വെക്കണം. ഇത് തണുത്ത് വരുമ്പോൾ ഒന്നും കൂടെ ടൈറ്റായി കിട്ടും. അപ്പോൾ ഇതാ ഇനി നമുക്ക് കുറച്ച് ഫ്രൂട്ട്സാണ് വേണ്ടത്. നമുക്ക് കട്ട് ചെയ്തിട്ട് കുറച്ച് ആവശ്യത്തിനായിട്ട് എടുത്താൽ മതി. ഞാനിപ്പോൾ ഇതാ ഇവിടെ ഇത്രയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളെ കയ്യിൽ എന്തൊക്കെ ഫ്രൂട്ട്സാണുള്ളത് അതൊക്കെ ഇതിൽ ഇട്ടുകൊടുക്കാം. ഞാനിവിടെ കുറച്ച് ബദാമും കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങളെ കയ്യിൽ എന്തെല്ലാം നട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം ഇതിൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഫ്രൂട്ട്സ് എല്ലാം കട്ട് ചെയ്ത് ഇത് ചൂടാറിയ കസ്റ്റാർഡിലേക്ക് ഇട്ടിട്ടെടുക്കുക. ചൂടോട് കൂടി ഒരിക്കലും ഫ്രൂട്ട്സൊന്നും നമ്മളിതിൽ ആഡ് ചെയ്യരുത്. ചൂടാറിയിട്ട് വേണം നമ്മൾ കട്ട് ചെയ്ത ഫ്രൂട്ട്സ് കസ്റ്റാർഡിലേക്ക് ഇട്ടെടുക്കാൻ. അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ച് കുടിക്കാനാണ് ഇത് ടേസ്റ്റ്. അപ്പോൾ ഇനി നമുക്ക് ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി അടിപൊളിയാകാൻ വേണ്ടി ടൂട്ടി ഫ്രൂട്ടിയും ചെറിയും എല്ലാം ആഡ് ചെയ്ത് കൊടുക്കുക. വേണമെന്നുണ്ടെങ്കിൽ ഐസ്ക്രീമും എല്ലാം ഇട്ട് ഒന്നും കൂടി അടിപൊളിയാവും. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. കസ്റ്റാർഡ് പൗഡർ ഇല്ലയെന്ന് വെച്ചിട്ട് ആരും ഉണ്ടാക്കാതിരിക്കണ്ട. നമുക്ക് ഈ കസ്റ്റാർഡിൻ്റെ പകരം നമുക്കിതിൽ കോൺഫ്ലോർ വെച്ചിട്ട് ഉണ്ടാക്കാം. എന്തെങ്കിലും ഫ്ലേവർ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരാം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.